അമ്മേ പറ. മോളെ, ഒരുപാട് ജോലി ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല ക്ഷീണത്തില് ഞാൻ എന്താ വീട്ടിലേക്ക് ഇറങ്ങാൻ ഒരുങ്ങുമായിരുന്നു. അപ്പോഴാ അമ്മ വിളിച്ചു. അപ്പൊ നീ വീട്ടിലേക്ക് പോയില്ലേ? എന്താ അമ്മേ, എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അല്ലെങ്കിൽ തന്നെ ഇന്ന് വല്ലാത്തൊരു ദിവസം. അപ്പോ മോള് കാര്യങ്ങളൊന്നും അറിഞ്ഞു കാണില്ലല്ലേ? എന്താ അമ്മേ, എന്താ കാര്യം? ശ്യാമ അവിടെ നിന്ന് വഴക്കുണ്ടാക്കി കൊച്ചിനെ കൊണ്ട് ഇവിടെ വന്ന് നിപ്പുണ്ട്. രോഹിത്തിനെ എന്തോ പണി ഏൽപ്പിച്ചെന്നൊക്കെ അവള് പറയുന്നത്. ശ്യാമയ്ക്കിപ്പൊ എല്ലാവരോടും വൈരാഗ്യം അമ്മേ. എന്നോട് പോലും ഒരു വൈരാഗ്യ ചൊവ്വയോടെ മാത്രമേ അവള് സംസാരിക്കുന്നുള്ളൂ. എന്നോടിപ്പോ ഇങ്ങനെയാവുമ്പോ മറ്റുള്ളവരോടുള്ള അവളുടെ പെരുമാറ്റം ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും ഞാൻ അങ്ങോട്ട് വരാം, വന്നിട്ട് സംസാരിക്കാം. ശരി. സാറേ, വിഷ്ണുക്കുഞ്ഞ് വരുന്നുണ്ട്. ഇതെന്താ ഇങ്ങനെ ഒരു ഇരിപ്പ്? മുഖത്തൊരു സന്തോഷമില്ലല്ലോ. എന്തുപറ്റി വിളിച്ചടാ? അത് വലിയൊരു യുദ്ധം കഴിഞ്ഞിരിക്കുവാടാ. കാര്യം എന്താ വെച്ചാ പറയച്ച? ആര് യുദ്ധം ഉണ്ടാക്കിയെന്നായി പറയുന്നത്? ശ്യാമ. രോഹിത്തിന് നീ പുതിയ ജോലി കൊടുത്തൊന്നും അവൾക്ക് പിടിച്ചിട്ടില്ല. ഭർത്താവിനെ കൊലയ്ക്ക് കൊടുക്കാൻ വേണ്ടി മനഃപൂർവ്വം നീ അവനെ കൊണ്ടുപോയി പെടുത്തിയതാ. അതും പറഞ്ഞ് ഈ വീടെടുത്ത് തലകീഴാക്കി മറിച്ചിട്ട് അവള് പോയത്. പപ്പിമോളെ വിളിച്ചോണ്ട് പോയി. അല്ല, രോഹിത്ത് അവൻ കരുവള്ളി അങ്ങോട്ട് പോയിട്ടുണ്ട്. അവിടെ നീ എന്തൊക്കെ ഒപ്പിക്കാൻ ദൈവം തമ്പുരാനെ അറിയാവൂ. അവനങ്ങോട്ട് ചെല്ലട്ടെ, എന്നിട്ട് അവന്റെ മോളെ വിളിച്ചോണ്ടിങ്ങ് വരട്ടെ. പെണ്ണുങ്ങൾക്ക് അത്രയും തന്റെ ഇടം പാടില്ല. ദൈവമേ, അവനോട് വെറുതെ ഇരിക്കല്ലേ, എന്തെങ്കിലും ഒരു ജോലി ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാ ഞാൻ അവനോട് ചെയ്യാൻ പറഞ്ഞേ. അവനത് ഭംഗിയായിട്ട് ചെയ്യും ചെയ്തതാ. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറിയാലും അമ്മയുടെ കാര്യങ്ങൾ മുടങ്ങാൻ നടക്കണം, അത്രേ ഞാൻ വിചാരിച്ചുള്ളൂ. ഇതിപ്പോ ഇത്രയും വലിയ വിഷയാവും അറിഞ്ഞിരുന്നെങ്കിൽ വിളിക്കില്ലായിരുന്നു ഞാൻ അവനെ. ഇതിപ്പോ പണി കൊടുത്ത് പണിയായത് എനിക്കാണ്. ഇതിപ്പോ ഞാൻ കാരണല്ലേ അവരടിച്ച് പിരിഞ്ഞിട്ട് രണ്ടു വഴിക്കായത്. അത് നീ ചെയ്തൊരു നല്ലൊരു കാര്യമല്ലേ? അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിബോധമൊന്നുമില്ലേ, പിന്നെ എന്ത് ചെയ്യാനാ? അതെ, ഈ അണ്ണാക്കി പഴുത്താലേ ഇറക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. രാഘവേട്ട, ഒരല്ലലും ഇല്ലാതെ സുഖമായി ഭക്ഷണവും കഴിച്ച് സുഖിച്ച് കഴിയുന്നവർക്ക് ഇടയ്ക്ക് ഇങ്ങനെ ഒരു ഓട്ടം നല്ലതാ. ഇരുന്നിരുന്നേ പിത്തം പിടിക്കത്തില്ലല്ലോ. ഇതൊരു കഷ്ടോ ദൈവമേ. ഇതിപ്പോ കേൾക്കുന്നവർ എന്താ വിചാരിക്കുക? അവരുടെ കുടുംബം ഞാനായിട്ട് തകർത്തുന്നല്ലേ? എടാ, അങ്ങനൊന്നും ആരും വിചാരിക്കത്തില്ല. ശ്യാമയെ ശരിക്കും അറിയാത്തവരൊന്നുമില്ലല്ലോ, ശാരദാമ്മയും ഗോപാലകൃഷ്ണനും ഒക്കെ. അവൾ അവിടെ ചെന്ന് പറയാൻ പോകുന്ന കാര്യങ്ങളും ആർക്കാണ് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എനിക്കിപ്പോ ഒരു പ്രാർത്ഥനയുള്ളൂ. രോഹിത്തെ പപ്പിയെ വിട്. വിടാനല്ലേ പറഞ്ഞേ? എന്റെ മോളെ കൊണ്ടുപോകാൻ പറ്റില്ലെന്ന് പറഞ്ഞു. എന്റെ മോളെ വിടാനാ പറഞ്ഞേ. മോളെ കൊണ്ടുപോകാൻ ഞാൻ വന്നിരിക്കുന്നെങ്കിൽ ഞാൻ കൊണ്ടുപോയി. അങ്ങോട്ട് എന്ത് ഈ കാണിക്കുന്നേ? രണ്ടുപേരും കൂടെ പിടിച്ചു വലിച്ച് കൊച്ചിനെ ഇല്ലാതാക്കുമല്ലോ. പോട്ടെ മോളെ, നിങ്ങൾ പരസ്പരം തല്ലു പിടിക്കുക, അടി കൂടുക, എന്ത് വേണേലും അയക്കോ. എന്തിനീ കുഞ്ഞിനെ ഇതിലേക്ക് വലിച്ചഴക്കുന്നത്? ഇവരെന്ത് പഴിച്ചിട്ടാ? എനിക്ക് പപ്പി മോളെ കൊണ്ടുപോകണം. ഇവളുടെ കൂടെ പപ്പിയെ നിർത്തി ഇവളുടെ അഹന്ത എഴുത്തിയേട്ട മോള് കണ്ടു പഠിക്കണ്ട. ഓ, അപ്പോ ഇപ്പൊ നിങ്ങൾ ചെയ്യുന്ന പണി അങ്ങ് പുണ്യപ്രവൃത്തിയുള്ളതാണല്ലോ. അതെ, ആൾക്കാരെ വെട്ടിയും തല്ലിയും പണം പിടിച്ചു വാങ്ങുന്നതല്ലേ. ഞങ്ങളുടെ ഭാഷയിലെ ഇതിനെ പറയുന്ന ഗുണ്ടപ്പണിന്നാ. എപ്പോഴാ പോലീസ് കൊണ്ടുപോകുന്നറിയില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ജയിലിൽ കയറാനുള്ള യോഗം ഉണ്ടാവുമല്ലോ. എന്തൊക്കെയാ ശ്യാമയെ നീ വിളിച്ചു പറയുന്നേ? പണം കൊടുത്ത് തിരിച്ചു വാങ്ങാൻ പോകുന്നത് എങ്ങനെയാ ഗുണ്ടാപ്പണിയാവുന്നേ?
അമ്മ വെറുതെ കണ്ണടച്ച് ഇരുട്ടാക്കല്ലേ. ശ്യാമ പറയുന്നതിലും കാര്യമില്ലേ. വിഷ്ണു ഈ പണിയായിട്ട് നടക്കുന്നതിന്റെ പേരിലെ ഒരുപാട് കേസും ഉണ്ട്, ഒരുപാട് ശത്രുക്കളും ഉണ്ട്. വിഷ്ണു ചെറുപ്പം മുതലേ ഇതിന്റെ പിന്നാലെ നടന്ന് തഴക്കോ പഴക്കോ വന്നതാ. എന്തെങ്കിലും കുഴപ്പങ്ങൾ ഉണ്ടായാലേ തഞ്ചത്തിന് നിൽക്കാനും അറിയാം. അതുപോലാണോ രോഹിത്? ഒരു ഭാര്യയും ഭർത്താവിന് ഒരു ക്രെഡിറ്റ് പോലെ കേസ് ഉണ്ടാവാൻ ആഗ്രഹിക്കില്ല അമ്മേ. എങ്കിൽ പിന്നെ ഇവളോട് എനിക്കൊരു ജോലി വാങ്ങിത്തരാൻ പറ. ഞാൻ ആ പണിക്ക് പോകുന്നില്ല. ഓ അത് ശരി. അതിന് ഞാൻ ഇവിടുത്തെ ജോലി വാങ്ങിച്ചു തരാനാ? അവന് കുടുംബം നോക്കണമെന്നുണ്ടെങ്കിൽ അവനവൻ തന്നെ ജോലി നോക്കണം. അതെ, ഇത് ഒരു നടക്കി പോകുന്ന ലക്ഷണമൊന്നുമില്ല. ശാരദാമ്മ ഒരു കാര്യം മനസ്സിലാക്കണം. ഞാൻ ഇവിടെ വിവാഹം കഴിക്കുമ്പോ എന്തായിരുന്നോ ഞാൻ, അതിന് ഒരു മാറ്റവും എനിക്ക് സംഭവിച്ചിട്ടില്ല. പക്ഷെ ഇനി എനിക്ക് എന്തെങ്കിലുമൊക്കെ ആവണം. അതിന്റെ തുടക്കം എന്ന നിലയില ഞാൻ ഈ ജോലി ഏറ്റെടുത്തത്. അത് ഉൾക്കൊള്ളാൻ മനസ്സുള്ളവർ മാത്രം എന്റെ കൂടെ നിന്നാ മതി. അമ്മേ കണ്ടില്ലേ, ഇതാണ് രോഹിത്തിന്റെ മനസ്സിലിരിപ്പ്. പിന്നെ എങ്ങനെ നന്നാവാനാ? ഭാര്യയെ മോളും ഒത്ത് സമാധാനത്തോടെ ജീവിക്കണമെന്നല്ല, ഭാര്യയെ വെല്ലുവിളിച്ചോണ്ട് തന്റെ ഭാഗം ജയിക്കണം. അമ്മ ഇങ്ങനെയുള്ള ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെ ജീവിക്കാനാ? എനിക്കൊന്നും പറ്റില്ല ഇയാളുടെ കൂടെ ജീവിക്കാൻ. നീ വരുന്നില്ലെങ്കിൽ വരണ്ട, പപ്പിമോളെ ഞാൻ കൊണ്ടുപോകും. രോഹിത്തെ വിട്. ഞാൻ എവിടെയാണോ നിൽക്കുന്നത് അവിടെ പപ്പിമോള് നിൽക്കും. അതുകൊണ്ടാ നീ വരുന്നെങ്കിൽ എന്റെ തീരുമാനത്തിന് മാറ്റമില്ലെന്ന് ഞാൻ പറഞ്ഞത്.